ഓ യോ ബ്രഹ്മണം വിധാതി പൂർവം യോ വൈ വേദംശ്ച പ്രഹിണോതി തസ്മൈ തം ഹ ദേവം ആത്മബുദ്ധിപ്രകാശം മുമുഷൂർവൈ ശരണമഹം പ്രപദ്യേ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹാശംസകൾ. വളരെ 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 സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ദിവസം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ക്യാമറ കണ്ണിൻ്റെ ചുവട്ടിലാണ് ലോകം കറങ്ങുന്നത്. സോഷ്യൽ മീഡിയകളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ജീവിതം. അൾട്രാ മോഡേൺ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും വികസന കുതിപ്പിൻ്റെ കാലം. ഈ കാലത്തെ ആക്സെപ്റ്റ് ചെയ്യാനും ഈ കാലത്തെ അംഗീകരിക്കാനും എൻ്റെ ഹിന്ദു മതത്തിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇവിടെയാണ് സനാതന സംസ്കൃതി സദാ നൂതനമായ എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവും കരുത്തും അറിവും ആർജിക്കുകയാണ് സനാതന സംസ്കൃതി. എന്താ ഇത്ര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് എൻ്റെ മകൾ എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ മകള് വിളിച്ചു കഴിഞ്ഞപ്പോൾ മകളാണെന്ന് ചോദിച്ച് ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് വേറൊരു കുട്ടി എൻ്റെ ശബ്ദം അറിയാവോ എന്ന് ചോദിച്ചിട്ട് വിളിക്കണത്. ഞാൻ പറഞ്ഞു, എടി നിൻ്റെ ശബ്ദം എനിക്ക് അറിയാതിരിക്കോ, നീ എൻ്റെ അനുജൻ്റെ മകളല്ലേ എന്ന്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകള് എൻ്റെ ഇല്ലത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ അനുജൻ്റെ 2 പെൺമക്കളും എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ ഒരു മകളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 4 പേരും കൂടി കമ്പനി അടിക്കുകയാണത്. ഇവർ 4 പേരും കൂടി കമ്പനി അടിച്ച്, ഒരുത്തി 9ാം ക്ലാസ്സിൽ, ഒരുത്തി 8ാം ക്ലാസ്സിൽ, ഒരുത്തി 7ാം ക്ലാസ്സിൽ, അങ്ങനെ 3 പേരും. അപ്പോൾ ഇവർ മകളോട് ചോദിക്കുകയാണ്, എൻ്റെ മകൾ ഡോക്ടറാണ്, അവൾക്ക് എല്ലാത്തിനകത്തും SLCക്കും +2നും അതുപോലെ തന്നെ എല്ലാത്തിനും MBBSന് 20th റാങ്കും ഇങ്ങനെയൊക്കെ എല്ലാത്തിനും റാങ്കും ഇതൊക്കെ മേടിക്കും. ഇതൊക്കെ കിട്ടുന്നതിൻ്റെ രഹസ്യം അന്വേഷിച്ചിട്ടാണ് ഇവരുടെ ഡിസ്കഷൻ വന്ന് ഗുരുവായൂരപ്പനെ എങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ചേച്ചി ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നതെന്ന്, അതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ ഒരു ധാരണ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഒരു കാര്യം അച്ഛനോട് ചോദിക്കുക പറഞ്ഞു. അച്ഛൻ പറയുന്നതൊക്കെ ഞങ്ങളെപ്പോഴും വീഡിയോയിൽ കേൾക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മകള് കിടുങ്ങിപ്പോയി. ഇതെന്താ പറയണത്? 8ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ എൻ്റെ അച്ഛൻ്റെ വീഡിയോ കാണുന്നതോ? കുഴപ്പമില്ല, നിങ്ങൾ ഏത് വീഡിയോ കാണുന്നത്? അപ്പോൾ കുഞ്ഞുങ്ങളങ്ങ് പുഷ്പം പറയുന്ന പോലെ റീൽസ്, എന്താ പറയുക, ചെറിയ വീഡിയോയ്ക്ക് റീൽസ് കാണും, അത് കാണും, ഇത് കാണും, ഓരോന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് ഭയങ്കര പ്രൗഡായി. അങ്ങനെയാണ് വിളിച്ചത്. എന്നാൽ ഈ ഡൗട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. എന്നോട് പറഞ്ഞു, എന്നെ അവർ അപ്പൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ ഏത് മന്ത്രം ചൊല്ലിയാലാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുക എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്നൊന്ന് ചമ്മി അടപ്പ് തെറിച്ചു. എന്താ ഞാൻ കുഞ്ഞുങ്ങളോട് പറയേണ്ടത്?
വെട്ടിത്തുറന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാവില്ലേ, ഞാൻ ന്യൂട്രലിൽ എടി ഒക്കെ പറഞ്ഞ് മറ്റു പല കാര്യങ്ങൾ ഇത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പിന്നീട് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. 7000 വർഷങ്ങൾക്ക് മുന്നേയുള്ള വൈദിക സംസ്കൃതിക്ക് ഇന്നും ന്യൂജനുകളുടെ ഇടയിൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ പറ്റും. ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളാണ്, അച്ഛനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടികളാണ്, എന്തിനും ഏതിനും ദേഷ്യവും മൊബൈൽ അഡിക്ഷനുമാണ്. അൾട്രാ മോഡേൺ സൈക്കോളജി ഇപ്പോൾ പറയുന്നതാണ്, ഒരു കുട്ടി മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പോയിട്ട് ആ കുട്ടിയോട് മൊബൈൽ പിടിച്ചു വാങ്ങിക്കണം. അപ്പോൾ ആ കുട്ടി ആ അച്ഛനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് ഉപയോഗിച്ച് തെറി പറഞ്ഞില്ല എങ്കിൽ ആ കുട്ടിയെ സൈക്കാട്രിനെ കൊണ്ട് കാണിക്കണമെന്ന്. പറഞ്ഞാലല്ല, പിന്നെ പറഞ്ഞില്ലെങ്കിൽ. ആ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിൽ ഈ 7000 വർഷങ്ങൾക്ക് മുന്നേയുള്ള വൈദിക സംസ്കൃതി ഞാൻ പറയുമ്പോഴേക്കും എൻ്റെ അടുത്ത തലമുറയാണ് എൻ്റെ അനുജനും എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടികളും. അവരുടെ മക്കൾ ഈ സംസ്കൃതിയെ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ രസികത്വം എന്നുള്ളതാണ്. ഏതായാലും എൻ്റെ ഈ സംസ്കൃതിയെ, എന്നെയല്ല, എന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, കാരണം അവരുടെ അപ്പനാണ് ഞാൻ പറയുന്ന സബ്ജക്റ്റ് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് ഇതിൻ്റെ ട്രേഡ് സീക്രട്ട്. എനിവേ, എനിക്ക് വല്ലാത്ത പ്രൗഡായി ആ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്തിയ എൻ്റെ ചേട്ടൻ്റെ മകനോടും എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ ഭാര്യയോടും എൻ്റെ അനുജനോടും അവൻ്റെ ഭാര്യയോടും എന്തെന്നില്ലാത്ത ഒരു പ്രൗഡും ഒരു അഭിമാനവും. കാരണം ഈ സംസ്കൃതിയിൽ അവരെ വളർത്തിയെടുക്കുന്നു. എൻ്റെ അച്ഛൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭഗവത്ഗീത ആചാര്യനുമായി ആയിരുന്ന അദ്ദേഹം എന്നെ മോൾഡ് ചെയ്തതുപോലെ ഇവരുടെ രക്ഷിതാക്കൾ വളർത്തിയെടുക്കുന്നു. അപ്പോൾ ആ കുട്ടികളോട് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. സെമിറ്റിക് മതങ്ങളുടെ അള്ളാഹിനെ പോലെയും യേശുക്രിസ്തുവിനെ പോലെയും ഉള്ള ഒരു ദൈവമല്ല കൃഷ്ണൻ. അവർക്ക് പ്രാർത്ഥനയിലൂടെ, ബെഗ്ഗിങ്ങിലൂടെ അള്ളാഹിനോടും യേശുവിനോടും ചോദിക്കുന്നു, അവരതെല്ലാം വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. ഇതുപോലെയുള്ളതല്ല മക്കളെ കൃഷ്ണൻ. ഇതുപോലെ ചോദിക്കുന്നതൊക്കെ തരാനുള്ള സൂപ്പർ മാർക്കറ്റുകളല്ല ക്ഷേത്രങ്ങൾ. ഇത് കൃത്യമായും വ്യക്തമായും നമ്മളിത് മനസ്സിലാക്കണം, നമ്മളിതറിയണം. എങ്കിൽ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയണം. ഒരു സൂപ്പർമാൻ അല്ല, മറിച്ച് ഒരു അവതാര പുരുഷനാണ് കൃഷ്ണൻ. അരി എങ്ങനെയാണോ ഇഡ്ഡലിയായി മാറുന്നത്, സ്വർണം എങ്ങനെയാണോ സ്വർണ്ണാഭരണങ്ങളായി മാറുന്നത്, മണ്ണെങ്ങനെയാണോ മൺകുടമായി മാറുന്നത്, ഇതുപോലെ ഒരു അവതാര പുരുഷനാണ് കൃഷ്ണൻ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മക്കളെ, കൃഷ്ണൻ ജഗദ്ഗുരുവാണ്, ജഗത്തിൻ്റെ ഗുരുവാണ്. ഈശ്വര സർവഭൂതേഷു ഹൃദ്ദേശർജുന തിഷ്ഠതി. എന്താണ്? ഈശ്വരൻ സർവചരാചരങ്ങളുടെയും ഹൃദയ ഗുഹാക്ഷേത്രത്തിലാണ് മക്കളെ താമസിക്കുന്നത്, പുറത്തുള്ളൊരു കൃഷ്ണനല്ല. മക്കൾക്ക് മനസ്സിലായല്ലോ, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങ് സ്വർഗത്തിലിരുന്ന് തരുന്ന പിതാവല്ല ഇത് എന്ന് പ്രമാണമാണ് മക്കളെ. ഭഗവത്ഗീത പ്രമാണമാണ് മക്കളെ. അപ്പോൾ അത് നിങ്ങളൊക്കെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഈ പരീക്ഷാ ഭയവും ഈ പേടിയും ഇതൊന്നുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ മക്കളെ ജീവിക്കാൻ ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ ദ്വിതീയാധ്യായത്തിൽ 37ാമതൊരു നല്ല മന്ത്രമുണ്ട് മക്കളെ. ഇത് അമ്മയോട് പറയണം, അച്ഛനോടും പറയണം. അപ്പോൾ അവരിത് എഴുതി പൂജാമുറിയുടെ എവിടേക്ക് ഒട്ടിക്കുക, അല്ലെങ്കിൽ അടുക്കളയിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു തരും. ഭയം ദ്വിതീയാഭിനിവേശതസ്യ ദിശാദപേദസ്യ വിപര്യയോ സ്മൃതി
തന്മായയാതോ ബുധ ആഭജേത്തം ഭക്തൈകയോഗം ഗുരു ദേവതാത്മാ. ഭക്തി, പരമപ്രേമമാകുന്ന ആ ഭക്തി, ഈ പരമപ്രേമമാകുന്ന ഈ ഭക്തി നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള അതൊന്നും പ്രേമമല്ല മക്കളെ. അതിൽ കുടുങ്ങാതിരിക്കാനാണ് ഇത് പഠിക്കുന്നത്. അത് കാമമാണ്, അത് കാമമാണ്. കാമത്തിന് അവസാനമുണ്ടാകും, പരമപ്രേമത്തിന് ഒരിക്കലും അവസാനമില്ല. ആ ഭക്തീക യോഗം ഗുരു ദേവത ആത്മാ. ഗുരുവിനെയും ദൈവത്തിനെയും ആത്മാവിനെയും ഇത് മൂന്നും മക്കളെ ഒന്നാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മക്കളെ. വ്യാസ ഭഗവത്പാദ വിരചിതമായ ഭാഗവതം. വ്യാസൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ്. അദ്ദേഹം വേദങ്ങളെ 4 വിഭജിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് വന്നത്. അപ്പോൾ അദ്ദേഹം ആരാണ് ഈ വ്യാസൻ? മക്കളെ, നിങ്ങളൊക്കെ വളർന്ന് 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 ആകാശത്തിൻ്റെയും അപ്പുറത്താവുന്ന ഒരു നല്ല വിശ്വപൗരന്മാരായി വളർന്നെടുക്കണം. അതാണ് അപ്പൻ്റെ ആഗ്രഹം കേട്ടോ. വളർന്ന് 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 ആകാശത്തിൻ്റെയും അപ്പുറത്തുള്ള വിശ്വപൗരന്മാരായി വളർന്നു വരണം. ഇതാണ് വ്യാസൻ. നമ്മുടെ മനസ്സിൻ്റെ വ്യാസം, ബുദ്ധിയുടെ വ്യാസം, ചിന്തകളുടെ വ്യാസം ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിക്കും മുകളിലായി മാറണം. അപ്പോൾ ഈ ചിന്തകളിൽ ഒരു ഭഗവത് ചിന്തകൾ വരും. അപ്പോൾ വ്യാസഭാഗവതത്തിൽ 18 സ്കന്ധങ്ങളാണ് മക്കളെ ഉള്ളത്. അതിൽ 7ാമത്തെ സ്കന്ധം, സപ്തമ സ്കന്ധത്തിൽ 15ാമത്തെ അധ്യായത്തിൽ മക്കളെ ഇത് 78ാമതൊരു ശ്ലോകമുണ്ട്. ഞാനത് പറഞ്ഞു തരാം, പഠിക്കണം ഇത് കേട്ടോ. അച്ഛനോടൊക്കെ പറയണം. ഇതൊക്കെ നമ്മളൊക്കെ കുടുംബത്തിൽ ചുമരിലൊക്കെ എഴുതി വെക്കണം. എന്നിട്ട് അച്ഛൻ പഠിക്കണം, അച്ഛൻ ചൊല്ലണം, അമ്മ പഠിക്കണം, അമ്മ ചൊല്ലണം. അപ്പോൾ മക്കൾ തന്നാലെ പഠിച്ചോളും. എൻ്റെ അച്ഛൻ ഇതൊക്കെ സ്ഥിരമായിട്ട് ഞാൻ ചെറുപ്പത്തിൽ ചൊല്ലുന്നു കേട്ടിട്ടാണ് ഇതൊക്കെ പഠിക്കണത്. അപ്പോൾ അതിൽ അവസാനം പറയുന്നുണ്ട്. ആ അവസാനമായിട്ട് പറയുന്ന ആ ശ്ലോകം നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ശരണമയ്യപ്പ. ഇതി ദേവർഷിണ പ്രോക്തം നിശമ്യ ഭരതർഷഭ പൂജയാമാസ സുപ്രീത കൃഷ്ണൻ ച പ്രേമവിഹ്വല. ആ അധ്യായത്തിൻ്റെ അവസാനമായിട്ടുള്ള ആ മന്ത്രം എന്താണ്? ഇത് ദേവർഷിണ പ്രോക്തം. ഇത് പറയുന്നത് ആരാണ്? ദേവർഷിയായ നാരദനാണ്, ബ്രഹ്മാവിൻ്റെ പുത്രനായ. ആരുടെ പുത്രനാണ്? ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. ആരാണ് ഇദ്ദേഹം? നാരദരാരാണ്? ദേവർഷിയാണ്. അപ്പോൾ ദേവർഷിണ പ്രോക്തം. പ്രോക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് നിശമ്യ ഭരതർഷഭൻ ഭരതവംശത്തിൽ പറഞ്ഞ ഹേ യുധിഷ്ഠിര മഹാരാജാവേ എന്ന് പറയും. മറ്റുള്ള മതങ്ങളൊക്കെ മക്കളെ, സെമിറ്റിക് മതങ്ങളെ പാപികളെ ബെഗ്ഗേഴ്സ് എന്ന് വിളിക്കുമ്പം മക്കളെ നിങ്ങളെയൊക്കെ ഈ ഭാഗവതം എന്തായിട്ടാണ് ചിത്രീകരിക്കുന്നത്? യുവരാജാവായ യുധിഷ്ഠിരൻ, രാജാവിനെ പോലെ നിങ്ങളൊക്കെ രാജ്ഞികളാണ് മക്കളെ. നിങ്ങളൊക്കെ ആരാണ്? ഇന്ന് മുതൽ ഇനി ആരോട് മരിക്കുന്നത് വരെ, ആരോട് സംസാരിക്കുമ്പോൾ പറയണം, ഞാൻ ഭാഗവതം കേട്ടു, ഞാൻ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട്, ഞാൻ രാജാവിനെ പോലെയാണ്, ഞാൻ എംപററാണ്, ഞാൻ ക്യൂനാണെന്ന് പറയണം. അപ്പോൾ അവനവൻ്റെ ആത്മവിശ്വാസം കോൺക്രീറ്റ് ആക്കി എടുക്കുന്നതാണ് ഈ ധർമ്മശാസ്ത്രം. അപ്പോൾ ആ രാജാവിൻ്റെ, ആ രാജ്ഞിയുടെ നിലയിലാണ് നിങ്ങളെയൊക്കെ ഈ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. പൂജയാമാസ സുപ്രീത കൃഷ്ണം. എന്താണ്? സംപ്രീതമായി സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ഓടിച്ചാടിക്കളിക്കുന്ന കൃഷ്ണൻ ച പ്രേമവിഹ്വല, പരമപ്രേമസ്വരൂപനായ കൃഷ്ണൻ. എന്താണ്? പരമസ്നേഹസ്വരൂപനായ കൃഷ്ണൻ. മക്കളെ, എപ്പോഴും ഇനി മുതൽ കൃഷ്ണൻ്റെ സ്വഭാവം എന്താണ്? കൃഷ്ണനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമവിഹ്വല, അനന്തമായ പ്രേമം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നമ്മളെ സ്നേഹിക്കുന്നത്
കൃഷ്ണനായിട്ട് സ്നേഹിക്കണം. അങ്ങനെ ആ നാരദർ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകം എന്താണെന്ന് മക്കളെ ഓർമ്മ വേണം. എന്ത്? സപ്തമസ്കന്ധത്തിൽ 15-ാം അധ്യായത്തിൽ 76-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കണം. ഇതൊക്കെ എഴുതി വെക്കണം, എന്നിട്ട് പഠിക്കണം. അച്ഛനോടും അമ്മയോടും പറയണം ഇതൊക്കെ ചൊല്ലാൻ. കൂട്ടുകാരോടൊക്കെ പറയണം. ഇതാണ് സനാതനമായ എൻ്റെ സംസ്കൃതി, എൻ്റെ വല്യച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ് എന്ന് പറയണം. സവാ അയം ബ്രഹ്മ മഹദ്യുമൃഗ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃദ്വാ ഖലു മാതുലേയ ആത്മർഹണിയോ വിധികൃത് ഗുരുശ്ച. ഈ തേനിൽ കൽക്കണ്ടം മുക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു മധുരമാണ്. അതുക്ക് മുകളിലാണ് മക്കളെ ഇതിൻ്റെ മധുരം. നല്ല നമ്മുടെ അമൂലിൻ്റെ ഒന്ന് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു 10 ടൺ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് പോലും എത്തില്ല അതിൻ്റെ ആ ഒരു മധുരം. സവാ അയം ബ്രഹ്മ മഹദ്യുമൃഗ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃദ്വാ ഖലു മാതുലേയ ആത്മാർഹണിയോ വിധികൃത് ഗുരുശ്ച. മക്കളെ പഠിക്കണം. കൃഷ്ണനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയണം. ബ്രഹ്മമാണ്. എന്താണ്? ബ്രഹ്മമാണ്. എന്താണ്? ഈശ്വരനാണ്. ഭഗവത്ഗീതയിൽ പൂർണ്ണാവതാരം എടുത്തിട്ട് മക്കളെ പറയും, കൃഷ്ണൻ പറയും, അവജാനന്തി മാ മൂഢ മാനുഷിം തനുമാശ്രിതം പരംഭാവമജാനന്ദം മമവ്യയ മനുത്തമ. അവജാനന്തി മാ മൂഢ, ഞാൻ ജനിച്ചു, അവതാരമെടുത്തു, ഇതുവഴിയൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനകത്ത് കുരുങ്ങിയിരിക്കുന്ന വ്യക്തികൾ മക്കളെ മൂഢന്മാരാണ്. ആരാണ്? മൂഢന്മാരാണ്. മൂഢന്മാരാന്ന് വെച്ച് കഴിഞ്ഞാൽ LKG പഠിക്കുന്നവരാണ് എന്നുള്ളതാണ്. പിന്നെ എന്താണ്? സവാ അയം ബ്രഹ്മ. ഈ നമ്മൾ പറയുന്ന കൃഷ്ണനുണ്ടല്ലോ, അവൻ ആരാണ്? സവാ അയം ബ്രഹ്മ. ഇത് ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊന്നുമല്ല മക്കളെ, സൂക്ഷ്മത്വാത് കാരണത്വാച ബഹുത്വാച ഇതി ബ്രഹ്മ. സൂക്ഷ്മങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായ ഐൻസ്റ്റീൻ നമ്മളെ പഠിപ്പിച്ച AC=MC² ഉണ്ടല്ലോ, കോസ്മിക് എനർജി, അത് തന്നെ സൂക്ഷ്മത്വാത്. പിന്നെ അണോരണീയാൻ മഹതോ മഹീയാൻ സൂക്ഷ്മത്വാത് ബഹുത്വാച. ഇതൊക്കെ വേദങ്ങളാണ്. വേദങ്ങൾ പറയുന്നു അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മസ്ഥജന്തുർ നിഹിതം ഗുഹായാം. ചെറുതാകുമ്പോൾ ഏറ്റവും വലിയ കോസ്മിക് എനർജി, വലുതാകുമ്പോൾ ഈ അണ്ടകടാഹം മുഴുവൻ, ഈ സോളാർ സിസ്റ്റങ്ങളെ മുഴുവൻ ഭരിക്കുകയും ചെയ്യുന്ന അതാണ്. അത് വേദങ്ങൾ എന്താണ് പറയുന്നത്? അണോരണീയാൻ മഹതോമഹീയൻ ആത്മസ്യ ജന്തുർ നിഹിതം ഗുഹായാം. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന BP, ബ്ലഡ് പ്രഷർ, പൾസ്, ഹാർട്ട് ബീറ്റ്, മനസ്സിലായല്ലോ? കോസ്മിക് എനർജി, ഇതാണ് കൃഷ്ണൻ. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ, ഈ കൃഷ്ണനെ നമുക്ക് എപ്പോഴും എവിടെയും കൊണ്ടു കിടക്കാമല്ലോ. ഇനി അവസാന നിമിഷം വരെ ആണ് ഹാർട്ട് ബീറ്റാണ് ഇത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ കൃഷ്ണൻ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഹാർട്ട് ബീറ്റായിട്ട്, BP ആയിട്ട്, ബ്ലഡ് പ്രഷറായിട്ട്, പിന്നെ കോസ്മിക് എനർജി ആയിട്ട്, പിന്നെ പൾസായിട്ട് കൊണ്ട് നടക്കുകയാണ്. മനസ്സിലായി മോളെ? നിൻ്റെ ചെവിയിലെ കാതില്ല, കാതിലുണ്ട് ഒരു സ്വർണ്ണമാലയില്ല, ഉണ്ട്. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വർണം, ആ സ്വർണത്തെ ഒരു കമ്മലായിട്ടും ഒരു മോതിരമായിട്ടും ഒരു സ്വർണ്ണമാലയായിട്ടും മോളുടെ കയ്യിലുണ്ടല്ലോ, ഉണ്ട്. അത് തന്നെയാണ്, ഇത് തന്നെ, ഇതുപോലെ ഉള്ളിലുള്ളതാണ് ഈ കൃഷ്ണൻ. പക്ഷെ അദ്ദേഹം ആരാണ്? ബ്രഹ്മമാണ്. പിന്നെയോ
പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? സവായം ബ്രഹ്മ മഹദ്യുമൃഗ്യം. മഹദ്യുമൃഗ്യം എന്താണ്? ഈ പ്രപഞ്ചത്തിലെ മഹത്തരമായതിൽ, മഹത്തരമായി, പരമമായി, ഏറ്റവും വലിയതായിട്ടുള്ളതാണ് ഈ ഗുരുവായൂരപ്പൻ. ഇനി ഗുരുവായൂർ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അപ്പം പറഞ്ഞത് ഓർമ്മ വേണം. ആരാണ്? മഹദ്യുമൃഗ്യം. മഹത്തരങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്ത്, വലുപ്പത്തിൽ ഏറ്റവും വലുത്ത്, ഏറ്റവും സച്ചിദാനന്ദമാണ്. ഇതാണ് മഹദ്യുമൃഗ്യം. ഇനിയോ പിന്നെന്താണ് പറയുന്നത്? കൈവല്യ നിർവാണ സുഖാനുഭൂതി. കൈവല്യ നിർവാണ സുഖാനുഭൂതി. ഒന്നും കൂടെ പറഞ്ഞേ. കൈവല്യ നിർവാണ സുഖാനുഭൂതി. ഇതാണ് കൃഷ്ണൻ. കൈവല്യം എന്താണ്? തത്വപുരുഷയോഹോ ശുദ്ധിസാമ്യേ കൈവല്യ. കൂടിച്ചേരേണ്ടത് എന്താണ്? അതാണ് കൃഷ്ണൻ. അപ്പോൾ നമ്മളെ ചിന്തകളുമായി ഭഗവാനോട് കൂടിച്ചേരണം, നമ്മളെ സ്വപ്നങ്ങളുമായി ഭഗവാനുമായിട്ട് കൂടിച്ചേരണം, നമ്മളെ മനസ്സ് ഭഗവാനുമായിട്ട് കൂടിച്ചേരണം. അപ്പോഴോ സച്ചിദാനന്ദ സ്വരൂപമാണ്, എപ്പോഴും സന്തോഷമായിരിക്കും. അപ്പോൾ ഭഗവാനോട്, ഗുരുവായൂരപ്പനോട് നമ്മൾ കൂടിച്ചേർന്ന് കഴിഞ്ഞാലോ എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 2 വിഷയങ്ങളിൽ 4 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കണക്കിന് കാര്യങ്ങൾ നടന്നില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അച്ഛൻ 4 ചീത്ത പറഞ്ഞാലും മക്കളെ കുഴപ്പമില്ല. അപ്പോൾ അമ്മ 4 ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും പിണങ്ങിയാലും കുഴപ്പമില്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും. കാരണം ആ പരമപ്രേമസ്വരൂപനായ കൃഷ്ണനുമായിട്ടാണ് നാം കൂടിച്ചേരിക്കുന്നത്. അപ്പോൾ നിർവാണം, കൈവല്യ നിർവാണ സുഖാനുഭൂതി. യതസുഷുപ്തോ ന തവ അസ്ഥി ദുഃഖം. വേദങ്ങൾ പറയുന്നു സുഷുപ്തിയിൽ ഉറങ്ങാൻ ഇഷ്ടമാണല്ലോടി. അതെ, ഉറങ്ങുമ്പോൾ നിനക്ക് കിട്ടുന്ന സുഖം ജീവിതകാലം മുഴുവൻ കിട്ടും. അതിനാണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കുന്നത്. അപ്പം എങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പഠിച്ചോളാം, പിടുത്തം കിട്ടിയല്ലോ. യഥ സുഷുപ്തോ ന തവ അസ്ഥി ദുഃഖം. ജീവിതത്തിൽ ദുഃഖത്തിന് ഒരു തരി പോലും സ്ഥാനമില്ല. അപ്പോൾ ദുഃഖത്തിന് ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രകാശം, ദുഃഖത്തിന് എൻട്രൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സച്ചിദാനന്ദ അവസ്ഥ. ഇതാണ് നിർവാണ സുഖം. പദംഭോജം ശംഭോർഭജ പരമസൗഖ്യവ്രജ സുഖം. ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിച്ചു ശിവാനന്ദലഹരിയിൽ. പദംഭോജം ശംഭോർഭജ പരമസൗഖ്യം. പരമസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് നാം നമ്മുടെ ജീവിതം കൊണ്ട് നടക്കുന്നത് എങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാം. അപ്പോൾ ഗുരുവായൂരപ്പ അനുഗ്രഹമാണ് അവനവൻ്റെ ഹൃദയത്തിലുള്ള എന്ത്? സുഖാനുഭൂതി. ഗുരുവായൂരപ്പ അനുഗ്രഹം എന്താണ്? സുഖാനുഭൂതി. ഗുരുവായൂരപ്പ അനുഗ്രഹം എന്താണ്? സുഖാനുഭൂതി. സുഖാനുഭൂതിയാണ് അനുഭവിച്ചറിയേണ്ട. സുഖം എന്താണ്? ഒരു പെട്ടി ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സുഖാനുഭൂതി എന്താണ്? അതുപോലെയാണ് ഗുരുവായൂരപ്പ അനുഗ്രഹം. പിടുത്തം കിട്ടിയല്ലോ. പായസം കുടിച്ചാലുണ്ടാവുന്ന സുഖാനുഭൂതിയാണ്. ഉറക്കത്തിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഉറക്കം ഇഷ്ടപ്പെടുന്നത് പോലെ ഉണരാനും ഇഷ്ടപ്പെടണം മക്കളെ. നിങ്ങളൊക്കെ വിശ്വപൗരന്മാരായി വളർന്നു വരാൻ ഉണരണം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരം നിബോധിത ക്ഷുരസ്യധാര നിശിതദ്വരദ്വയ ദുർഗം പദസ്തത് കവയോ വദന്തി. വേദങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്ത്? ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങളൊക്കെ ഈ രാഷ്ട്രത്തെ നയിക്കാനുള്ള പ്രതിഭാ പട്ടേലുകളായി വളർന്നു വരണം. എന്ത്? അതിനുള്ള അറിവും കഴിവും നമുക്കുണ്ടാകാൻ ഈ ഗുരുവായൂരപ്പ അനുഗ്രഹമാകുന്ന സുഖാനുഭൂതി. അതിന് പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ പറയുന്നു, സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു ചിന്തകൾക്കും ഒരു ബുദ്ധിക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതായ
ആ പരമസുഖം. ഇത് നമ്മൾ നാമം ജപിക്കണം മക്കളെ. രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കണം, വൈകുന്നേരം ലളിതാ സഹസ്രനാമം ജപിക്കണം. എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നാമം ജപിക്കണം. അപ്പോൾ ഈ നാമം ജപിക്കുന്നതിൻ്റെ റിസൾട്ടാണ് ഗുരുവായൂരപ്പ അനുഭൂതിയായ, ഗുരുവായൂരപ്പ അനുഗ്രഹമായ സുഖാനുഭൂതി. അപ്പോൾ ആ സച്ചിദാനന്ദ രൂപം നമ്മളിലോട്ട് 230 വോൾട്ട് കറണ്ടിലെ പ്ലഗിൽ നമ്മൾ മൊബൈൽ കുത്തിക്കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിൽ ചാർജ് ഉപയോഗിക്കുന്നുണ്ടാവും. ഇതുപോലെ ആ കൃഷ്ണൻ്റെ നാമം, ആ ഗുരുവായൂരപ്പൻ്റെ നാമം നാരായണ നാരായണ നിങ്ങൾ ജപിച്ച് 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 ആ എനർജി നമ്മൾ സംഭരിക്കുമ്പോൾ ഒരു എനർജിയുടെ റിസർവോയറായി മാറും നമ്മൾ. അപ്പോൾ മക്കളെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കർത്തവ്യം. ഈ സംസ്കൃതിയിൽ ഒരു ഇൻട്രസ്റ്റ് വേണം. അതിന് ഭഗവത്ഗീതയിൽ 5-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് വീണ്ടും പറയും. എന്താണ് പറയുക? ഈ തുടർന്ന് നമുക്കത് നോക്കാം. പ്രിയ സുഹൃദ്വാ ഖലുമാതുലേയ. അപ്പോൾ സുഖാനുഭൂതിയാണ് ഗുരുവായൂരപ്പൻ. പിന്നെ പ്രിയ സുഹൃദ്വാ ഖലുമാതുലേയ. നിങ്ങളുടെ ആരാണ് ഗുരുവായൂരപ്പൻ? കൃത്യമായിട്ട് ഇനി മറുപടി പറയണം. മരിക്കുമ്പോൾ ആ നിമിഷവും വരണം. കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും എല്ലാവരോടും പറയണം. അച്ഛനോടും പറയണം, അമ്മയോടും പറയണം. അസന്നിഗ്ധമായി എല്ലാവരുടെയും നെഞ്ചു തൊട്ട് പറയണം. എന്ത്? ആരാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയ സുഹൃദ്. ആരാണ് പ്രിയ സുഹൃദ്? ആരാണ് പ്രിയ സുഹൃദ്? ശ്രീമദ് ഭാഗവതത്തിൽ 7ാം സ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 76-ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചു. ഞാൻ നിങ്ങളുടെയൊക്കെ ആരാണ്? ബെസ്റ്റ് ഫ്രണ്ടാണെന്ന്. ഗുരുവായൂരപ്പൻ ബെസ്റ്റ് ഫ്രണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്ത നേട്ടങ്ങൾ എന്താ ഉള്ളത്? പ്രിയ ആത്മസുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത്. മക്കളെ, നിങ്ങളുടെയൊക്കെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് കൃഷ്ണൻ. നമ്മുടെ ആരാണ് കൃഷ്ണൻ? ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനോ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ ഈ കാലടിയിൽ, നമ്മുടെ ഈ പിറവത്ത് ഇവിടെ ജനിച്ച ശങ്കരാചാര്യർ പറഞ്ഞു, ഈശ്വരനും ഗുരുവും നമ്മളും ഒന്നാണെന്ന്. അപ്പോൾ ഇനി ഒന്നിനെയും പേടിക്കാനില്ല. ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണ്, കൃഷ്ണൻ നമ്മുടെ മനസ്സാണ്. നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആരാണെന്ന് ഇനി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണനാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഈ ഉറച്ച തീരുമാനവുമായി ജീവിക്കണം. അപ്പോൾ നമുക്കൊരിക്കലും ഡിപ്രഷൻ ഉണ്ടാവില്ല, നമുക്കൊരിക്കലും ദുഃഖമുണ്ടാവില്ല, നമുക്കൊരിക്കലും വിഷമുണ്ടാവില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ നാളെ ജീവിതത്തിൽ തളർത്താൻ നോക്കുമ്പോഴും തകർത്താൻ നോക്കുമ്പോഴും ഭാഗവതത്തിൽ ഈ ശ്ലോകം ഓർമ്മ വേണം. പ്രിയ സുഹൃത് വാ ഖലു മാതുലേയ ആത്മാർഹണിയോ വിധികൃത് ഗുരുശ്ച. എൻ്റെ പ്രിയ ആത്മസുഹൃത്താണ് കൃഷ്ണൻ എന്ന് ഭഗവത്ഗീതയിൽ ഭാഗവതത്തിൽ പറയുന്നു. അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയിലോട്ടും ഒന്ന് പോയി നോക്കാം. മക്കളെ, ഭഗവത്ഗീതയും പഠിക്കണം. സമയം കിട്ടുമ്പോൾ അതൊക്കെ പഠിക്കണം. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും, നല്ല മധുരമായ ഡയമണ്ട് പോലെ ഭഗവാൻ പറയും. എന്താ ഭഗവാൻ അതിനകത്ത് പറയുന്നേ? ഭക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദാം സർവഭൂതാനാം. എന്താണ്? സുഹൃദാം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. കൃഷ്ണൻ സുഹൃത്താണെങ്കിൽ പിന്നെ
നമുക്ക് A+ ഇഷ്ടം പോലെ മേടിക്കാം, എന്തും നേടാം. ജ്ഞാത്വാം സുഹൃതം സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്താണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ ജ്ഞാത്വാം, ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ പരമശാന്തി. പിന്നെ അച്ഛൻ വിചാരിച്ചാലും അമ്മ വിചാരിച്ചാലും കൂട്ടുകാരികളും കൂട്ടുകാരന്മാർ വിചാരിച്ചു കഴിഞ്ഞാലും നാളെ നിങ്ങൾ വിവാഹം ചെയ്ത ഭർത്താവ് വിചാരിച്ചു കഴിഞ്ഞാലും നാളെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും സമൂഹത്തിൽ ആർക്കും നമ്മളെ തകർത്താനും തളർത്താനും സാധിക്കില്ല. കാരണം നമ്മുടെ ആത്മസുഹൃത്താണ് കൃഷ്ണൻ. സുഹൃദം ജ്ഞാത്വാം ശാന്തി പൃച്ഛതി. കൃഷ്ണൻ പറയുന്നു, മൈ ഡിയർ ഫ്രണ്ട്സ്. ഗുരുവായൂരപ്പൻ നമ്മളെ എന്താ വിളിക്കുന്നത്? മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രിയ കൂട്ടുകാരെ. കൃഷ്ണൻ ഞാൻ കണ്ടിരുന്നു സാന്ദീപനി ആശ്രമത്തിൽ കുചേലനെ വിളിക്കുക അങ്ങനെയല്ലേ? സതീർത്ഥ, പ്രിയ കൂട്ടുകാരാ. ഇനി ഈ കൃഷ്ണൻ 9-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. മക്കളെ പറഞ്ഞേ, ഗതിർഭർത്ത പ്രഭു സാക്ഷി നിർവാണം ശരണം സുഹൃത്ത്. ഗതിർഭർത്ത, ഈ ഭർത്താവ് നിങ്ങളൊക്കെ വിവാഹം ചെയ്യാൻ പോകുന്ന നിങ്ങളെ ഭർത്താവ് ആരാണ്? കൃഷ്ണനാണ്. അതിൻ്റെ ഫിസിക്കൽ ബയോളജിക്കൽ ബോഡിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല പൂവമ്പഴം പോലത്തെ ഒരു പയ്യൻ നിങ്ങൾക്ക് കിട്ടും. അത് ഭൗതികമായിട്ട് ഗതിർഭർത്ത, ഈ പ്രപഞ്ചത്തിൻ്റെ ഭർത്താവായി ഗതി നിയന്ത്രിക്കുന്ന കർത്താവ് പ്രഭുവാണ്, എംപററാണ്, സാക്ഷിയാണ്. പിന്നെ ഈ കൃഷ്ണൻ എങ്ങനെ നമ്മുടെയൊക്കെ ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടാണ് കൃഷ്ണൻ. എത്ര മധുരമായ സങ്കല്പമാണ് കൃഷ്ണൻ. ഇതിനേക്കാൾ മധുരമായ ഒരു സങ്കല്പം ബെസ്റ്റ് ഫ്രണ്ട് ഇനിയാണ് തമാശ. പ്രിയ സുഹൃത് വാ ഖലു മാതുലേയ. എന്താണ് ഖലു മാതുലേയ? എഴുതി വെക്കണം, ചുമരിലൊക്കെ എഴുതി വെക്കണം. അമ്മയോട് പറയണം, അമ്മേ ഗുരുവായൂരപ്പൻ എൻ്റെ ആരാണ്? മാമൻ. എന്താണ് മാമൻ? ഭാഗവതത്തിൽ എന്ത്? സപ്തമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 76-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എന്തു പറയുന്നു? കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃത് വാ ഖലു മാതുലേയ. എടി ബാമേ, നീ ഒരു കാര്യം ചെയ്യണം. നീ ആ മൊബൈൽ, നീയല്ലേ ചോദ്യങ്ങൾക്കെല്ലാം അത് തോണ്ടിയിട്ട് മൊബൈലിന് ഇവനോട് ചോദിച്ചേ. ആരോട്? ഗൂഗിൾ കുമാറിനോട് ചോദിച്ചേ. മാതുലേയൻ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എടുത്തു നോക്കിയേ. എടുത്തു നോക്കിയേ, അതിൻ്റെ അർത്ഥം എന്താണ്? എടി ഗംഗേ, മറ്റവിടെ പേര് ഗംഗ എന്ന് തോണ്ടി നോക്കിയേ. ഗൂഗിൾ കുമാറിനോട് ചോദിച്ചേ മാതുലേയന്നിൻ്റെ അർത്ഥം എന്താണെന്ന്. ഇവിടെ മാതുലേയൻ എന്താണ് അർത്ഥത്തിൻ്റെ പേര്? മാതുലേയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവൻ. എന്താണ്? അമ്മാവൻ, ചിറ്റപ്പൻ. ആരാണ്? ചിറ്റപ്പൻ, പേരപ്പൻ, കൊച്ചച്ഛൻ, വല്യച്ഛൻ. നിങ്ങളെന്നെ വല്യച്ഛൻ എന്നല്ല വിളിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ വല്യച്ഛനല്ല പറയുന്നത്, ആരാണ്? കൃഷ്ണനാണ് പറയുന്നത്. ഇപ്പം പറയുന്ന ആരാണ്? കൃഷ്ണനാന്ന് പറയണത്. അപ്പോൾ എൻ്റെ അനന്തരവന്മാരൊക്കെ കേൾക്കുമ്പോൾ ഇത് വേണം, ഇത് പറയുന്നത് അമ്മാവനല്ല, മറിച്ച് ആരാണ്? കൃഷ്ണനാണ്, ഭഗവാനാണ്. അപ്പോൾ പേരപ്പനാണ്. എൻ്റെ വൈഫിൻ്റെ അനുജത്തിയുടെ മകൻ സ്വാമിയേ എന്ന് വിളിക്കലാണ് ആ കുഞ്ഞിൻ്റെ പണി. വളരെ കുറഞ്ഞ UKG പഠിക്കുന്ന കുഞ്ഞാണ്. വില്ലപ്പൻ്റെ വീഡിയോ കാണലാണ് അതെൻ്റെ ഹോബി. എപ്പോഴും വില്ലപ്പൻ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇത് കേൾക്കലാണ്. അപ്പം വലുതായിട്ടാകുമ്പോൾ അവന് മനസ്സിലാവും ഈ വല്യപ്പനാണ് കൃഷ്ണൻ. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, നിങ്ങളൊക്കെ ഇത് തോണ്ടി നോക്കണം. ഖലു മാതുലേയ. മാതുലൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് മറുപടി പറയും. അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ അമ്മാവനാണെന്നുണ്ടെങ്കിൽ അമ്മാവൻ്റെ പോക്കറ്റിൽ നിന്ന് നമുക്ക് എന്തും എടുക്കാം. ഇനി ഗുരുവായൂരപ്പൻ
നമ്മുടെ വല്യച്ഛനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഇതുപോലെ കൃഷ്ണനോട് ചോദിക്കാലോ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീത നിങ്ങൾ പഠിക്കണം. ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും പഠിക്കണം. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്ന ഏതേത് പ്രതിസന്ധികളെയും നിങ്ങൾക്ക് പുഷ്പം പോലെ തൃണവൽക്കരിച്ച് ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ അങ്ങനെ വിശ്വത്തോളം വളരാനുള്ള ഒരു നല്ല വഴികാട്ടിയാണ് കൃഷ്ണൻ. വന്ദേ ജഗദ്ഗുരും, ജഗദ്ഗുരുവായ കൃഷ്ണൻ. എന്നിട്ടോ ആത്മാർഹണീയോ വിധികൃത്, പരമാത്മാവായ ജഗദീശ്വരൻ ജീവാത്മാവായ എന്നിൽ നിന്നുകൊണ്ട് എൻ്റെ വിധി നിർണയിക്കുന്നത് എൻ്റെ ഹൃദയത്തിലുള്ള കൃഷ്ണനാണ്. അല്ലാതെ ഈ വിധി ഈശ്വരൻ മറ്റൊരു വിധി വിധിക്കുകയോ ജ്യോതിഷക്കാർ, പ്രശ്നങ്ങളുണ്ടാക്കുന്ന പ്രശ്നക്കാർ അവർ പറയുന്ന രാഹുവോ കേതുവോ ബുധനോ ശുക്രനോ അല്ല എന്ത് നമ്മുടെ ജീവിതത്തിൻ്റെ വിധികർത്താവ്. പിന്നെ കൃത്യമായിട്ട് ഭാഗവതം പറയുന്നു ആത്മാർഹണീയോ വിധികൃത്, നമ്മുടെ വിധി കർത്താവ് നമ്മളാണ്. അപ്പോൾ ഉള്ളിലുള്ള കൃഷ്ണനാണ്, ഉള്ളിലുള്ള ഗുരുവായൂരപ്പനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും എന്നറിയാവോ? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം. ഗുരുവായൂരപ്പൻ പറയുന്നു ഞാൻ നിങ്ങൾക്ക് പ്രസാദമായി തരുന്നത് എന്താണ്? ദദാമി ബുദ്ധിയോഗം. ഗുരുവായൂർ പോയാൽ ഗുരുവായൂരപ്പൻ എന്താണ് പറയുന്നത്? പാൽപ്പായസത്തിൻ്റെ കൂട്ടത്തിൽ ദദാമി ബുദ്ധിയോഗം പ്രസാദമായിട്ട്. ഗുരുവായൂരപ്പൻ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടത്തിൽ പ്രസാദമായിട്ട് തരുന്ന എന്താണ്? ദദാമി ബുദ്ധിയോഗം. ഭഗവത്ഗീതയിൽ റിട്ടേണായിട്ട് ഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ് ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ഒരു കണ്ണും തരുന്നുണ്ട് നിങ്ങൾക്ക് മക്കളെ, നന്മ കാണാൻ ഒരു കണ്ണ് നിങ്ങൾക്ക് തരും ഭഗവാൻ. ഗുരുവായൂരപ്പൻ നമ്മൾ ഗുരുവായിട്ട് ഗുരുവായൂരപ്പനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പൻ നമുക്കൊരു കണ്ണ് തരും. എന്ത്? നന്മ കാണാനുള്ളൊരു കണ്ണ്. ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ആ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മുടെ അച്ഛൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, നമ്മുടെ അമ്മ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നമ്മുടെ സഹോദരന്മാർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പ്രിയപ്പെട്ടത്. അപ്പോൾ നന്മ കാണുന്ന ഒരു സോഫ്റ്റ്വെയറിലൂടെ നിങ്ങൾ വളർന്നു വരുന്നതാണെങ്കിൽ നാളെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഭർത്താവ് ഏറ്റവും പ്രിയപ്പെട്ടത്, നാളെ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ ഏറ്റവും പ്രിയപ്പെട്ട്, നാളെ അവർക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിന് കൃഷ്ണനെ നമ്മൾ എന്ത് വേണം? വിധികർ ഗുരുശ്ച, ഗുരുവായിട്ട് ഉപദേഷ്ടാവായിട്ട് സ്വീകരിക്കണം. ഇത് ഈ ശ്രീമദ് ഭഗവത്ഗീതാസ്തു ഉപനിഷത്തും ധർമ്മശാസ്ത്രം ശ്രീകൃഷ്ണാർജുന സംവാദമാണ്. ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിക്കണം. ഉള്ളിലുള്ള കൃഷ്ണനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ മറുപടി പറയും. അങ്ങനെ ഒരു ഡിസ്കഷനായിരിക്കണം എപ്പോഴും. നമ്മൾ അന്തരാത്മാവായ കൃഷ്ണനോട് ഡിസ്കഷൻ നടത്തണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കിതിന് മറുപടി പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. നാളെ പറഞ്ഞു തരാൻ പറ്റാത്ത ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ബുദ്ധിയിൽ വരുന്ന ചോദ്യങ്ങൾക്ക്, നമ്മുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് സങ്കല്പ വികൽപ്പാത്മഹ മനഃ ചോദ്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും മനസ്സിൽ. അപ്പോൾ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ ബുദ്ധിസ്വരൂപമായി, ബോധസ്വരൂപമായി, ചിന്താപ്രവാഹമായി നമുക്ക് മറുപടികൾ തരും. ആ മറുപടിയിലൂടെ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ജീവിതം, ഏറ്റവും നല്ലൊരു വ്യക്തിത്വം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല സന്തോഷ സംതൃപ്തമായ മധുര ജീവിതം ബുദ്ധിസ്വരൂപമായി, ബോധസ്വരൂപമായി കൃഷ്ണൻ കനിഞ്ഞനുഗ്രഹിച്ച് നല്ലൊരു ജീവിതം. ഇങ്ങനെ നല്ലൊരു ചോദ്യം ചോദിച്ച മക്കളോട് എല്ലാവരോടും വളരെ സന്തോഷപ്രദമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മണിയപ്പൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. ഇതുപോലുള്ള നമ്മുടെ മക്കൾക്കും ഗ്രൂപ്പുകൾക്കും കൂട്ടുകാരികൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാവർക്കും
ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.